ഇനി മുതൽ നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും. അതിൽ 98 കീടങ്ങൾ നശിച്ചു. ബാക്കി 2 ഈ ബൈക്കിൽ പോണത്. ബൈക്കും എടുത്ത് പാട്ടും പാടി നമ്മൾ നേരെ പോയത് നമ്മളെ ജിമ്മിലോട്ടാണ്, കസറത്ത് സെന്റർ. പണ്ടേ എനിക്കുള്ള സംശയമുണ്ട്, ഈ ജിമ്മുകളെല്ലാം കൊണ്ട് ഈ കുത്തപ്പിനാറിന് വണ്ടി വെക്കണ എന്തിനാണ്? കയറി ഇറങ്ങിയ മനുഷ്യന്റെ ഊപ്പാട് വന്നു. ലെഗിന്റെ എന്നാണെങ്കിൽ പറയാൻ വേണ്ട. ചെന്നപാടെ ഞാൻ നോക്കിയപ്പോ വല്യപ്പ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പെട്ടി പൊട്ടിക്കുന്നു. പെട്ടി പൊട്ടിച്ചോണ്ടിരുന്നപ്പോഴാണ് മാസത്തെ ഒരു കയറുന്ന പയ്യനെ കണ്ടത്. ഇതാണ് അനീസ് ഭായ്. ഇത് ഗദൈ തൂക്ക മുടിയാതെ. இது ஈட்டி எரிய முடியாது. இது கத்தி வீச சொல்லி தருகிறேன் வா. കുമാരേട്ടാ എന്തൊക്കെ അഭ്യാസങ്ങളായി ചേക്കൻ കാണിക്കണേ. അത് കഴിഞ്ഞ് രമേശന്റെ കടയിൽ നിന്ന് വന്നാണെങ്കിൽ ഇതാ രണ്ടുപേരും ഒരേ ഡ്രസ്സ്. നമ്മളെ ട്രെയിനർ ക്യാമറ കണ്ടാ പിന്നെ പാവാ, അവനെ കൊല്ലാൻ വന്നതാണ്, ഇപ്പൊ സ്നേഹിക്കണുണ്ടില്ലേ. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇതിപ്പോ ഇവന് ബൈസിനുമായി അവന് ട്രൈസിനുമായി. കൊള്ളാം. ഇതാണ് ജിമ്മിലെ ഭീകരം. ഇവൻ പറയണത് വല്ല മണപ്പുകൾ കാണിച്ചു തന്നെ ഇന്ത്യയുടെ വെച്ച് ഞെരുക്കി കളയുന്നതാണ്. ഇതെല്ലാം കണ്ടത് പിന്നെ നമ്മൾ വർക്കൗട്ടിന് കയറി. ഇന്ന് നമ്മളോട് വർക്കൗട്ട് ചെയ്യാൻ നമ്മളെ പയ്യനും ഉണ്ട്. ജിമ്മിൽ ക്യാമറ ഓൺ ആണോ നമ്മളെ പയ്യന്റെ ഡാൻസ് മസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മളെ ചെറുക്കന്റെ കുറച്ച് പോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏതാവന്റെ ബൈസ്. അത് കഴിഞ്ഞ് അവരോടെല്ലാം ടാറ്റയും പറഞ്ഞ് ഇവന്റെ അലർച്ചയും കേട്ട് നമ്മളോടൊന്നും അറിയാം. അപ്പൊ ബാക്കി പിന്നെ ഓക്കെ ബൈ.